2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച അമേരിക്കൻ സമയം രാവിലെ 9 മണിക്ക് 2 വിമാനങ്ങൾ അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങളായ ലോക വ്യാപാര കേന്ദ്രത്തിന്റെ മുകൾ നിലകളിൽ ഇടിച്ചു കയറി പൊട്ടിത്തെറിച്ചു. ഭൂതലം ഞെട്ടിത്തരിച്ചുപോയി, ലോകമോ നിശ്ചലമായി. ഒരു നിമിഷം ലോകം നിയന്ത്രിക്കുന്നവരെന്ന് അഹങ്കരിക്കുന്നവർക്കേറ്റ ഈ കൊടും പ്രഹരത്താ 110 നിലകളുള്ള വേൾഡ് ട്രേഡ് സെന്റർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോകും. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കൻ സുരക്ഷാ ഏജൻസിയായ പെന്റഗൺ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു സ്ഫോടനത്തിൽ തകർന്നു. ഈ വാർത്ത കേട്ട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ജനകോടികൾ അമ്പരന്നു. അമേരിക്കയിൽ എങ്ങനെ സംഭവിക്കുമോ? ആരാണ് ഈ അമേരിക്ക? ഇത് രാഷ്ട്രീയ കഥാപ്രസംഗമാണ്. റെഡ് സ്റ്റാർ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗം ജാഗ്രത നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ജാഗ്രത. സെപ്റ്റംബർ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച അമേരിക്കൻ സമയം രാവിലെ 9 മണിക്ക് 2 വിമാനങ്ങൾ അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങളായ ലോക വ്യാപാര കേന്ദ്രത്തിന്റെ മുകൾ നിലകളിൽ ഇടിച്ചു കയറി പൊട്ടിത്തെറിച്ചു. ഭൂതലം ഞെട്ടിത്തരിച്ചുപോയി, ലോകമോ നിശ്ചലമായി. ഒരു നിമിഷം ലോകം നിയന്ത്രിക്കുന്നവരെന്ന് അഹങ്കരിക്കുന്നവർക്കേറ്റ ഈ കൊടും പ്രഹരത്താ 110 നിലകളുള്ള വേൾഡ് ട്രേഡ് സെന്റർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോകും. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കൻ സുരക്ഷാ ഏജൻസിയായ പെന്റഗൺ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു സ്ഫോടനത്തിൽ തകർന്നു. ഈ വാർത്ത കേട്ട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ജനകോടികൾ അമ്പരന്നു. അമേരിക്കയിൽ എങ്ങനെ സംഭവിക്കുമോ? ആരാണ് ഈ അമേരിക്ക? കൈവിരൽ തുമ്പിനാ ലോകം നിയന്ത്രിച്ചു നിർത്തുന്നവരെന്ന് അഹങ്കരിച്ചും, കൈവിരൽ തുമ്പിനാ ലോകം നിയന്ത്രിച്ചു നിർത്തുന്നവരെന്ന് അഹങ്കരിച്ചും, ലോക പോലീസു ചമയുന്ന ജോർജ് ബുഷ് പേടിച്ചരണ്ടെങ്ങോ പോയൊളിച്ചു. ലോക പോലീസു ചമയുന്ന ജോർജ് ബുഷ് പേടിച്ചരണ്ടെങ്ങോ പോയൊളിച്ചു. ലോക പോലീസുകാരന്റെ വേഷമണിയുകയും അതിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായെങ്കിൽ അവരുടെ ആശ്രിതരായ മറ്റ് രാഷ്ട്ര നേതാക്കളുടെ പരിഭ്രാന്തിയും ആശങ്കയും ഊഹിക്കാവുന്നേയുള്ളൂ. അമേരിക്കയുടെ അഹങ്കാരത്തേറ്റ അപ്രതീക്ഷിതമെങ്കിലും അനിവാര്യമായ പ്രഹരം. ലോകത്തിലാകെയും ചർച്ചാ വിഷയം അമേരിക്ക നടന്ന സംഭവമാണ്. നമ്മുടെ ഗ്രാമത്തിലെ ചായക്കടയിലും സംസാര വിഷയം അതുതന്നെയാണ് അമേരിക്ക നടന്ന സംഭവം. ചായക്കടയിൽ എല്ലാവരുമുണ്ട്. അവർ സംസാര വിഷയത്തിന് ഉഗ്രമായ ചർച്ച. കേട്ടോ, അമേരിക്കേന്റെ പൗറിപ്പ് നമ്മൾ കണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല, വേറൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് വല്ലതും പറ്റിയ അമേരിക്ക പകരം കിട്ടും, അതിന് യാതൊരു സംശയമില്ല. ആദ്യം നമ്മൾ കാണാലോ. ഈ സമയത്താണ് സഖാവ് വീരാൻ കടന്നു വന്നത്. അസ്സലാമലൈക്കും. നിങ്ങൾ കേട്ടില്ലേ ഇവിടെ പറഞ്ഞ വർത്താനങ്ങൾ? കേട്ടില്ലേ? നമ്മൾ കേട്ടു മോനെ, നമ്മൾ കേട്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ട്രേഡ് സെന്റർ തകർന്നതും ജനങ്ങൾ മരിച്ചതും അമേരിക്ക സഹിക്കും. പക്ഷെ അവരുടെ അഭിമാനത്തിനേറ്റ മുറിവുണ്ടല്ലോ, അത് അടുത്ത കാലത്തൊന്നും ഉണങ്ങൂല മക്കളെ. കാരണം സ്വന്തം മണ്ണിൽ വെച്ച് അമേരിക്ക കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടിയാണിത് വമ്മതെ. വീരാക്ക, എന്താ മതേ ഈ കണ്ട അക്രമങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ഏത് പഹരാ വീരാക്ക ചെയ്തത്? എന്താ സംശയം? ആ തീവ്രവാദി വിലാൻ തന്നെ. അതിന് വല്ല തെളിവുണ്ടോ രാമ? അല്ല, തെളിവുണ്ടോ? എന്തിനാ വീരാക്ക തെളിവ്? അമേരിക്ക പറഞ്ഞതല്ലേ. ബില്ലാദൽ തന്നെയാണിതിനു പിന്നിൽ, അല്ലാതെ മറ്റാരും ഇത് ചെയ്യുകില്ല. ഇത്രയും കുറ്റമറ്റുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തവൻ ലാരൻ തന്നെ. സൗദി അറേബ്യക്കാരനായ ഒസാമ ബിൻ ലാദനും അയാൾക്ക് അഭയം നൽകിയ താലിബാനുമാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് അമേരിക്ക പറഞ്ഞത്. ബീനാക്ക, ലാദനാണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്താ കാരണം?
അല്ല, അമേരിക്ക നാഥനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു കാരണമുണ്ടല്ലോ. കാരണമുണ്ട് നോക്കരെ. ഈ തീവ്രവാദിയായ ഒസാമ ബിൻ ലാദനെ തികഞ്ഞ തീവ്രവാദിയാക്കി വളർത്തിയെടുത്തതും ഉപയോഗിച്ചതും അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ലാദന വേണം. അങ്ങനെ ഒരു സംഭവമുണ്ട്, കേൾക്കണം. 1975 അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർ നജീബുള്ളയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റാണ് അഫ്ഗാനിസ്ഥാനിൽ പല പുരോഗമനപരമായ നടപടികളും തുടങ്ങിയതും ആരംഭിച്ചു. അതോടുകൂടി അമേരിക്കക്ക് ദേഷ്യം വന്നില്ലേ. കാരണം അമേരിക്കയുടെ സ്വഭാവം നമ്മളെ കേരളക്കാർക്ക് അറിയാലോ. നമുക്ക് ഓർമ്മയില്ലേ, 1957 ലോകത്തിൽ ആദ്യമായൊരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലാണല്ലോ. സഖാബ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. ആ ഭരണമാണല്ലോ നിയമം, നമ്മളെ സംവരണ നിയമവും, അതേമാതിരി ഓടിപ്പിക്കൽ നിരോധന ഓർഡിനൻസും, അതേമാതിരി അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഉത്തരവ് കൊണ്ടുവന്നത്. അങ്ങനെ പല പുരോഗമനപരമായ നടപടികളും ആരംഭിച്ചപ്പോൾ അമേരിക്കയ്ക്ക് സഹിച്ചില്ല. അമേരിക്ക കലിതുള്ളില്ലേ. ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ചെങ്കൊടിക്ക് കീഴിലൊരു ഭരണമോ? അങ്ങനെയാണല്ലോ കേരളത്തിൽ വിമോചന സമരം നടന്നത്, ഓർമ്മയില്ലേ? ഇന്നത്തെ മുഖ്യമന്ത്രി ആന്റണി, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി, ഇവരൊക്കെ അമേരിക്ക കൂട്ടിപ്പിടിച്ച് കാശൊക്കെ കൊടുത്തു പിടിച്ച് നമ്മളെ കേരളത്തിൽ വിമോചന സമരം സംഘടിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ നെഹ്റു ഗവൺമെന്റ് അന്നത്തെ EMS ഗവൺമെന്റിനെ 386 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. അതേമാതിരി അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഗവൺമെന്റ് തകർക്കാൻ വേണ്ടി അമേരിക്ക വളർത്തിയെടുത്ത ഭീകരവാദിയാണ് ഈ ബിൻ ലാദൻ. അങ്ങനെ അമേരിക്ക തന്നെ പാല് കൊടുത്ത് വളർത്തിയെടുത്ത വിഷപ്പാമ്പാണ് ബിൻ ലാദൻ. ബീനാകാക്ക, പാമ്പായാലും ചേരയായാലും പത്തിക്കടിച്ചു കൊല്ലും അമേരിക്ക. എവിടെ പോയി ഒളിച്ചാലും വിടൂല. എനക്കൊക്കെ ഒന്ന് കേൾക്കണം രാമ. ലാദന്റെ രോമം തൊടാൻ എൻ്റെ ബുഷിന് പറ്റൂല. അവൻ ആൺകുട്ടിയാ, പോക്കരാ പറയുന്നത്. അമേരിക്കയുടെ മൂക്കിലല്ല അടിച്ചത്, തരിച്ചു പോയില്ല അമേരിക്ക വീരാങ്ക. അമേരിക്കയുടെ വിമാനം കൊണ്ട് തന്നെയാണ് അമേരിക്കൻ അടിച്ചത്. എങ്ങനെ മനസ്സിലാക്കണം? അമേരിക്ക ഇതുവരെ അങ്ങനെ അക്രമമായി ഉണ്ടായിട്ടുണ്ടോ? നേതാവാണ് ബിൻ ലാദൻ. പോകരെ നിർത്ത്. തീവ്രവാദിയായ ഒസാമ ബിൻ ലാദനെ നേതാവാക്കി ഊറ്റം കൊള്ളേണ്ട പോക്കരെ. ബിൻ ലാദൻ മുസ്ലിം രാജ്യങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അപകടം വരുത്തി വെക്കുകയല്ലാതെ ഒരു ഗുണവും ചെയ്തിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, 6000-ലേറെ മനുഷ്യരും ഗോപുരവും തീവ്രവാദികളുടെ അക്രമത്താൽ തകർന്നപ്പോൾ അതിനുള്ള പ്രതികാരമായി അഫ്ഗാനിസ്ഥാനിന്റെ മണ്ണിൽ ബോംബുകളിട്ടു തകർത്തില്ലേ? നിരവധി നിരപരാധികൾ മരിച്ചില്ലേ? ആയിരക്കണക്കായ കുഞ്ഞുങ്ങളും അമ്മമാരും ആലംബഹീനരായ വൃദ്ധന്മാരും രോഗികളും അവരുടേതായിട്ടുള്ള സമ്പത്തും സമ്പാദ്യമെല്ലാം ബോംബേറിൽ കത്തിക്കരിഞ്ഞില്ലേ? ഇതെല്ലാം ബിൻ ലാദനാലെ വന്നതല്ലേ? ഇതാണ് ബിൻ ലാദന്റെ മുസ്ലിങ്ങൾക്കുള്ള സംഭാവന പോക്കരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ നേതാവാക്കി ലാദനെ സിന്ദാബാദ് വിളിക്കണ്ടാന്ന്. മനസ്സിലായ ബീനാങ്ക? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ ബീനാങ്ക? അമേരിക്ക തൊട്ടവൻ വിവരം അറിയും. അതാണ് അമേരിക്കൻ്റെ പവർ. രാമ, അമേരിക്കനെ തൊടണ്ട രാമ. തൊടാതെ തന്നെ അമേരിക്ക ലോകത്ത് കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കയ്യും കണക്കുമില്ല. കണക്ക് കേൾക്കണം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക കടന്നുകയറി ആക്രമിച്ച രാജ്യങ്ങൾ നിരവധിയാണ്. ചൈനയിൽ, കൊറിയയിൽ, ക്യൂബയിലും പെർബന്റിയ, കോങ്കോ, ലാവോസിൽ, ഗോട്ടിമാലയിൽ, ഇന്തോനേഷ്യയിൽ, വിയറ്റ്നാമിൽ, ലിബിയയിലും. ചൈനയിൽ, കൊറിയയിൽ, ക്യൂബയിലും പെർബന്റിയ, കോങ്കോ, ലാവോസിൽ, ഗോട്ടിമാലയിൽ, ഇന്തോനേഷ്യയിൽ, വിയറ്റ്നാമിൽ, ലിബിയയിലും. കംബോഡിയയിലും നിക്കോരാഗ, പനാമയിലും, ബോസ്നിയ, ഗ്രനേഡയിലും, യുഗോസ്ലാവ്യ, സുഡാനിലും, ഇറാഖിലും, അഫ്ഗാനിസ്ഥാൻ, ഹിരോഷിമയിലും ബോംബുകൾ വർഷിച്ചിവർ സർവനാശം വിതച്ചു. ബോംബുകൾ വർഷിച്ചിവർ സർവനാശം വിതച്ചു. എത്രയോ ലക്ഷം മനുഷ്യരെ ദുഷ്ടർ ചുട്ടുകരിച്ച് ഭൂമിയിൽ. അമേരിക്കൻ സാമ്രാജ്യം ചെയ്ത ക്രൂരതക്കതിരുണ്ടോ? ആ പൈശാചികതകൾ ഓർത്താൽ പൊട്ടാത്ത മനസ്സുകളുണ്ടോ? അമേരിക്കൻ സാമ്രാജ്യം. ഈ രാജ്യങ്ങളിലൊക്കെയും
അമേരിക്കയും സഖ്യശക്തികളും കൊന്നൊടുക്കിയ നിരപരാധികൾക്ക് കയ്യും കണക്കുമില്ല മോനെ. വീരാങ്ക, എന്തേ പോക്കരെ, നമ്മളെ സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഈ കളി കളിക്കോ വീരാങ്ക? നമ്മളെ സോവിയറ്റ് യൂണിയനോ? എടോ പോക്കരെ, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസത്തിന്റെ ചവപ്പെട്ടി വെച്ച കൂട്ടരല്ലേ നിങ്ങളെ മുസ്ലിം ലീഗുകാർ പോക്കരെ? ഇപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ സ്വപ്നം കണ്ടത് സോവിയറ്റ് യൂണിയനോടുള്ള സ്നേഹം കൊണ്ടല്ല, അമേരിക്കയോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അല്ല പോക്കരെ? വീരാങ്ക, എൻ്റെ രാമ, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അമേരിക്കനെ കണ്ട് മുഴുങ്ങുമോ? രാമ, അമേരിക്കനെ മുഴുങ്ങിയിട്ടുണ്ട്, വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. രാമ, ഒന്നും ഇനി മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നമുക്ക് ഇന്ന് ഈ രൂപത്തിൽ കാണാൻ സാധിച്ചത് സോവിയറ്റ് റഷ്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് അണക്കറിയില്ലെങ്കിൽ എൻ്റെ നേതാക്കന്മാർ ചോദിച്ചു നോക്കാം. കണക്ക് കേൾക്കണം. 1970 ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന കാലത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് എങ്ങനെ നീങ്ങി? 7ാം കപ്പൽപ്പട ഇന്ത്യക്കെതിരായി നീങ്ങിയ നേരം എള്ളോളം പേടിയതില്ലാതെ അന്നവരോട് തെല്ലും വൈകിടാതെ വന്ന വഴിക്ക് മടങ്ങിപ്പോകാനുള്ളൊരു കൽപ്പന റഷ്യ കൊടുക്കുന്നേ. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യ മഹാസമുദ്രത്തിൽ കടന്നപ്പോ റഷ്യന്റെ ഒറ്റ ഓർഡറാ പോക്കരെ, അത് ഇന്ത്യൻ ഇംഗ്ലീഷാ. ആ ഉത്തരവ് കേട്ടപ്പോ ബ്രേക്ക് ഇട്ട് സഡൻ ബ്രേക്ക്, പിന്നെ റിവേഴ്സിലാ പോയത് 7ാം കപ്പൽപ്പട. കാരണം തിരിക്കാൻ 7 ദിവസം വേണം. റഷ്യന്റെ കൽപ്പനയാണേ. ആ കൽപ്പന ലംഘിച്ചാൽ 3-ാം മിനിറ്റിൽ വരും മറ്റേ സാധനം ഇട്ടോ ശരിയായി പോവും. അങ്ങനെയാണ് 7ാം കപ്പൽപ്പട പാലും ചുരുട്ടി പോയത്. ഇനി പോക്കർക്കൊന്ന് കേൾക്കണം. ഇപ്പൊ പറഞ്ഞോ പറയണം, ഒരു സംഗതി ഈ മനസ്സിലാക്കണം. പിറന്ന മണ്ണിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന പലസ്തീനിലെ അറബികൾക്ക് താങ്ങും തണലുമായി നിന്നത് സോവിയറ്റ് യൂണിയനാണ് മോനെ. അനക്ക് ഓർമ്മയുണ്ടോ സംഭവം? പിതരാജ്യം നഷ്ടപ്പെട്ടുള്ള പലസ്തീൻ പോരാളികൾക്കൊപ്പം നിന്നവർ പോരാടി സാമ്രാജ്യ കിങ്കരന്മാരെ വീറോടെ നേരിട്ടോരാണവർ. പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദിസ് രക്ഷിക്കാൻ ഇസ്രായേലിനോടവർ നേരിട്ട് പൊരുതുമ്പോൾ നരഭോജികൾ അമേരിക്കൻ സാമ്രാജ്യ കഴുകന്മാർ ഇസ്ലാമായുള്ളോരെ ചുട്ടുകരിക്കുമ്പോൾ താങ്ങും തണലുമായി അവർക്കന്ന് വീണ്ടും സഹായം നൽകി ഉശിരോടെ പോരാടാൻ അറബിപ്പടയാളികൾ കന്നെന്നും പിന്തുണ നൽകിയോർ സോവിയറ്റ് യൂണിയൻ കേളടാ. പിറന്ന മണ്ണിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനങ്ങളെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ മുമ്പിലും പിന്നിലും നിന്ന് സഹായിച്ചു. ഇന്ന് ആരുണ്ട് മോനെ പലസ്തീനെ സഹായിക്കാൻ? ഇസ്രായേലികളായ അക്രമികൾ ഇന്നും പലസ്തീനിൽ ആക്രമിക്കുകയാണല്ലോ. സ്വന്തം നാട്ടിലെ അഭയാർത്ഥികളെ പോലെ ജീവിക്കുകയാണ് അവർ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സോവിയറ്റ് യൂണിയൻ നഷ്ടപ്പെട്ട നഷ്ടം ഈ അറിയാതെ ആണെങ്കിൽ എൻ്റെ മനസ്സിന്ന് വന്നല്ലോ. ഇപ്പൊ ഈ നോക്ക്, അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിന്റെ മറവ് ദക്ഷിണേഷ്യയിൽ അമേരിക്കയുടെ വിശ്വാസം നേടിയെടുക്കാൻ പാകിസ്ഥാനിലെ പ്രസിഡന്റ് മുഷാറഫും നമ്മളെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി വാജ്പേയി വാജ്പേയി നാണം കെട്ട രീതിയിലാണ് മത്സരിച്ചത്. അഫ്ഗാൻ യുദ്ധത്തിൽ അമേരിക്ക ആവശ്യപ്പെടാതെ തന്നെ പല സഹായ വാഗ്ദാനങ്ങളുമായി വാജ്പേയി ബുഷിന്റെ പിന്നാലെ കൂടി. क्या मांगते हैं बोलो ഭീകരരെ പിഴുതെറിയാൻ ഇന്ത്യയിൽ വീണ്ടും സഹായം നൽകും. കടൽ വേണോ കര വേണോ എണ്ണ വേണോ തരാം താവളം. കഹോ നാ ചാഹിയേ തരാൻ തയ്യാർ ഹേ. കഹോ നാ ചാഹിയേ തരാൻ തയ്യാർ ഹേ. ദിൽ മേരാ ബുഷുബായി അങ്ങക്കെന്നും നേരും മംഗളം. കഹോ നാ ചാഹിയേ തരാൻ തയ്യാർ ഹേ. ദിൽ മേരാ ബുഷുബായി അങ്ങക്കെന്നും നേരും മംഗളം. കഹോ നാ ചാഹിയേ തരാൻ തയ്യാർ ഹേ.
ബുഷ്ഭായ് എന്താ വേണ്ടത്? എണ്ണ വേണോ, താവളം വേണോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്നു. പോക്കരെ രാമ, ഒന്നിച്ച് മനസ്സിലാക്കണം, അമേരിക്കയുമായി 40 വർഷത്തോളമായി ആത്മബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ പോലും താവളങ്ങളോ സഹായങ്ങളോ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ വാജ്പേയി ചാടി കയറിയാണ് സഹായ വാഗ്ദാനം ചെയ്തത്. കേട്ടോ രാമ. വീരാങ്കാക്ക, മൂപ്പരിപ്പ് എന്തിനാ വീരാങ്ക ഈ ചാടി കയറിയതൊക്കെ പറയാൻ പോയത്? നമ്മളെ ഒരു സംഗതി കാശ്മീർ തന്നെ. കാശ്മീർ പ്രശ്നത്തിൽ അമേരിക്കയുടെ സഹായം കിട്ടുക, കൂടാതെ വാജ്പേയി സർക്കാരിൻ്റെ വർഗീയ മനോഭാവം, അതിലൂടെ ഹിന്ദു വോട്ടും. ഓ, അപ്പോൾ പിന്നെ പാകിസ്ഥാൻ ഉദ്ദേശം എന്താ വീരാങ്ക? അതും കാശ്മീർ തന്നെ. എന്നാൽ കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി ഭൂഷണെ കൊണ്ടൊരു വാക്ക് പറയിക്കാൻ വാജ്പേയി കഴിഞ്ഞോ? അതൊട്ട് കഴിഞ്ഞതുമില്ല. അല്ല വീരാങ്ക, അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഒരു പോട്ടത്തിൻ്റെ കാര്യം കേൾക്കേണ്ടതോ? പോട്ടം എന്താ ഈ പോട്ടം? പോട്ടല്ല മമ്മതേ, പോട്ടോ. ഭീകരവാദം തടയാനാണെന്ന പേരിൽ വാജ്പേയി സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പോട്ടോ. അമേരിക്കയിൽ നടന്ന തീവ്രവാദ അക്രമത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഈ ഭീകരവിരുദ്ധ നിയമം കൊണ്ടുവന്നത്. അതിപ്പോൾ എന്തിനാ വീരാക്കാൻ നമ്മൾ ഇന്ത്യയെ കൊടുന്നതിലൊക്കെ പല ഉദ്ദേശമുണ്ട് മോനെ. ഒന്ന് UP തെരഞ്ഞെടുപ്പ്, പിന്നെ രാമക്ഷേത്ര നിർമ്മാണം, വിദ്യാഭ്യാസ കായുവൽക്കരണം. ഇതിലൊക്കെ RSS അജണ്ട നടപ്പാക്കുമ്പോൾ എതിർപ്പ് വരും. അങ്ങനെ എതിർക്കുന്നവരെ യാതൊരു കാരണവും പറയാതെ പിടിച്ച് ജയിലിലടയ്ക്കാം. ഓ, അതാണിപ്പോൾ സിമിയെ നിരോധിച്ചില്ലേ വീരാങ്ക? അല്ലേ പോകരെ? സിമിയെ നിരോധിക്കേണ്ടത് തന്നെയാണ്. അതൊരു വർഗീയ സംഘടനയാണ്. മാത്രമല്ല അവർ നടത്തുന്നത് രാജ്യദ്രോഹവുമാണ്. രാമ, അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ ബജരംഗദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, RSS ഇവരൊക്കെ നിരോധിക്കണ്ടേ? അവരും രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ നടത്തുന്നത്? അവരെന്ത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് വീരാങ്ക നടത്തുന്നത്? അവരെന്താ നടത്താത്തത്? എന്താ ചെയ്തതെന്നോ? സുപ്രീം കോടതി വിധിയെ തെല്ലും മാനിച്ചിടാതെ അക്രമത്തിലൂടെ ബാബറി പള്ളി തകർത്തു. അതിനെ തുടർന്ന് നാട്ടിലെത്ര മനുഷ്യരെ ഇവർ കൊന്നുകൂട്ടിയില്ലേ? സത്യം വിസ്മരിക്കാമോ? RSSും VHPയും ശിവസേനക്കാർ ബജരംഗ് ദളം ചെയ്തത് ദേശീയതയാണോ? ബജരംഗ് ദളം ചെയ്തത് ദേശീയതയാണോ? സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കുകയും നൂറുകണക്കിന് ജീവൻ അപഹരിച്ച കലാപങ്ങൾ തിരികൊളുത്തുകയും ചെയ്യുന്നത് ദേശദ്രോഹമല്ലേ രാമ? ആ ബാബറി പള്ളി തകർത്തതിൻ്റെ പേരിൽ 2001 ഡിസംബർ 6 കേരളത്തിൽ നടന്ന ഹർത്താലിലാണല്ലോ വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ നടന്നത്. അതിൽ NDF, PDP, മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് RSS, BJP, VHP. ഇതല്ലേ എന്തെല്ലാം കുഴപ്പം നമ്മുടെ നാട്ടിലുണ്ടായി? ഇതൊക്കെ ഒന്നിനാണ് സാധനം. ഒന്ന് തന്നെയാണ്, അവർ ഒന്നാണെന്നുള്ളത് നാട്ടില് പാട്ടല്ലേ? പകലൊക്കെ മുസ്ലിം ലീഗിൽ സജീവ പ്രവർത്തകർ, രാത്രിയിലോ NDFകാർ. ലീഗിന്റെ ജാഥയിലും NDF ജാഥയിലും കാണുന്നതൊരേ മുഖങ്ങൾ, ജനങ്ങൾ കാണുന്നതൊരേ മുഖങ്ങൾ. അതാണ് പറഞ്ഞത്. 2 ജാഥയിലും ഒരു കൂട്ടരാണ് പോകുന്നത്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ 6-ാം തീയതി പത്തനംതിട്ട, കൊല്ലം, കരുനാഗപ്പള്ളി, കണ്ണൂർ, ശിവപുരം, കോഴിക്കോട്, വമ്പായം, ഗുരുവായൂർ, ഹരിപ്പാട് എന്നീ സ്ഥലങ്ങളിൽ ആക്രമികൾ അഴിഞ്ഞാടി. അതിന് പകരമായി 10-ാം തീയതി RSSും BJPയും VHPയും ചേർന്ന് കേരളത്തിൽ അഴിഞ്ഞാടി ബന്ദ് അവർ സംഘടിപ്പിച്ചു. അക്രമങ്ങളും പേടി അടപ്പിക്കലും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്നേഹിത പാവപ്പെട്ട ഒരു പട്ടിയെ പോലെ വെറുതെ വിട്ടില്ല. അതിൻ്റെ കാലം പറ്റി. പോലീസോ മുഖം നോക്കാതെ അങ്ങനെ നോക്കി നിന്നു. ആരും മുഖത്തേക്ക് നോക്കിയില്ല. ഇടങ്കാക്ക, ഞങ്ങൾ കൊല്ലം തോറും നടത്തി വരാനുള്ള ഹർത്താൽ ഇക്കൊല്ലം വളരെ വിപുലമായ തോതിൽ നടത്തിയെന്നല്ലേ ഉള്ളൂ. ഇടാങ്ക വേറെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നടത്താറുണ്ട് പോക്കരെ. പക്ഷെ ഇതുപോലൊരു അക്രമം അഴിഞ്ഞാട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അല്ല. ഈ കഴിഞ്ഞ നാനാഭരണകാലത്തും ഇവിടെ ഡിസംബർ 6 വന്നല്ലോ. വല്ല കുഴപ്പവും ഈ കേരളത്തിലുണ്ടായോ? ബീരാങ്കാക്ക, ആ സിറ്റുവേഷൻ അല്ല ഈ സിറ്റുവേഷൻ. അത് ഈ പറഞ്ഞത് ശരിയാ. അത് നാനാ സിറ്റുവേഷൻ, ഇത് ആന്റണി സിറ്റുവേഷൻ. സർവ്വജാതി മത വർഗീയ വിഭാഗീയ തീവ്രവാദികളെയും വോട്ട് വാങ്ങിയ മുഖ്യമന്ത്രിക്ക് ആരെയും എതിർക്കാനോ പിണക്കാനോ കഴിയില്ല രാമ. അത് ഈ പറഞ്ഞാണോ ശരി? വീരാങ്ക, നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. അല്ല ഓർമ്മ എന്നല്ല, നമ്മളെ നായനാര 5 കൊല്ലത്തെ ഭരണം നേട്ടം അല്ല, ഇപ്പോഴാണ് നമുക്ക് ഓർക്കാൻ പറ്റുക. അതിങ്ങനെ തിളങ്ങി വരികയാണ്. 5 കൊല്ലം കൊണ്ട് 25 കൊല്ലത്ത് നേട്ടാൻ നമ്മളെ സർക്കാർ ഉണ്ടാക്കി, നാനാ സർക്കാർ ഉണ്ടാക്കി. ഇപ്പം കേൾക്കണം, ഞാൻ അനുഭവിച്ചൊരു സംഭവം പറയാം. ഇപ്പോൾ നമ്മളെ സംസ്ഥാന സമ്മേളനം നടക്കുകയുള്ള കണ്ണൂർ. അപ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം പിന്നെ നമ്മളെ മലപ്പുറത്ത് DYFI കുട്ടിയാണ് ഒരു ജാഥ.
ആ ജാഥയിൽ ഒരു കോൽക്കളി, ആ കോൽക്കളിയിൽ ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അങ്ങനെ ധരിച്ചു നിന്നുപോയി. കേൾക്കണ രണ്ടുപേരി ഇടതുപക്ഷ ഭരണത്തിൽ നേട്ടങ്ങളേറെ എണ്ണി എണ്ണി പറയുവാനൊട്ടേറെയുണ്ട്, എണ്ണി എണ്ണി പറയുവാനൊട്ടേറെയുണ്ട്. കേരളത്തിൽ നിരവധി വികസനങ്ങൾ കേമത്തോടെ നാനാ സർക്കാർ നടപ്പിലാക്കി, കേമത്തോടെ നാനാ സർക്കാർ നടപ്പിലാക്കി. കുടിവെള്ളം വൈദ്യുതി വീടുകൾ നൽകി, കിടപ്പാടമില്ലാത്തവർക്ക് ഭൂമിയും നൽകി, പുറകെട്ടി മേയന്തന സഹായവും നൽകി. കുടിവെള്ളം വൈദ്യുതി വീടുകൾ നൽകി, കിടപ്പാടമില്ലാത്തവർക്ക് ഭൂമിയും നൽകി, പുറകെട്ടി മേയന്തന സഹായവും നൽകി. കർഷക തൊഴിലാളികൾക്കും കൃഷിക്കാർക്കുമായി കയ്യയച്ചു സഹായിച്ചു ഇടതു സർക്കാർ, കയ്യയച്ചു സഹായിച്ചു ഇടതു സർക്കാർ. വൈദ്യുതി രംഗത്തേറെ പുരോഗതി നേടി, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കി സർക്കാർ, അതിനാലെ വ്യവസായ മേഖലകൾ ഉണർന്നു. വൈദ്യുതി രംഗത്തേറെ പുരോഗതി നേടി, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കി സർക്കാർ, അതിനാലെ വ്യവസായ മേഖലകൾ ഉണർന്നു. ജനകീയ സൂത്രണത്താൽ ലഭിച്ച നേട്ടം ജനങ്ങളോ മറക്കില്ല ഒരു കാലത്തും, ജനകീയ സൂത്രണത്താൽ ലഭിച്ച നേട്ടം ജനങ്ങളോ മറക്കില്ല ഒരു കാലത്തും. അവർ അവസാനം പറഞ്ഞു വെച്ച വരി പിജിക്കാട്ട, ഒരു കാലത്തും ജനങ്ങൾ മറക്കൂലെന്നാ. ഇത് ജനകീയാസൂത്രണ നേട്ടത്തിന്റെ ആ ഗുണങ്ങളിൽ അങ്ങനെ പോക്കരെ മമ്മതെ 5 കൊല്ലം നാനാസർക്കാർ ഭരിച്ച് അങ്ങനെ പല നേട്ടങ്ങളുണ്ടാക്കി. 1089 മെഗാവാട്ട് കറണ്ട് ഉണ്ടാക്കി. മെഗാവാട്ട് ഒന്ന് തന്നെ. പിന്നെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മളെ ഗ്രാമപ്രദേശത്ത് പല നേട്ടങ്ങളുണ്ടായി. നമുക്ക് റോഡുകളുണ്ടായി, പാലങ്ങളുണ്ടായി, കുടിനീരുണ്ടായി, വൈദ്യുതി ഉണ്ടായി, കക്കൂസ് ഉണ്ടായി. അങ്ങനെ പല നേട്ടങ്ങളുണ്ടാക്കി നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കേൾക്കണ്ട 11ാം നിയമസഭ തെരഞ്ഞു വന്നത്. തെരഞ്ഞെടുപ്പ് വന്നു. പറ്റിപ്പോയതാ. ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ UDF ആലോചിച്ചു. UDF 5 കൊല്ലമായിട്ട് വെറുതെ നടക്കുകയാണല്ലോ. ഭരണമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇടങ്ങറിഞ്ഞ് പറയാനൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് നടക്കുക തന്നെയാണ്. ഇനി UDF ഭരണത്തിൽ വന്നിട്ടില്ലെങ്കിലോ UDF എന്നൊരു പാർട്ടി പിരിച്ചുവിട്ട് അറബികൾ ചാടേണ്ടി വരും. ആ ഗതികളിലാണ് അവരുള്ളത്. എന്നാൽ ഈ നാനാ സർക്കാരിൻ്റെ നേട്ടങ്ങളെ മറികടന്ന് എങ്ങനെ ജനങ്ങളെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുക എന്നാണ് അവരുടെ ചിന്ത. അപ്പം അവർക്കൊരു ആലോചനാ കമ്മിറ്റി ഉണ്ട്. നമ്മളെ മാതിരിയല്ല. ഓർക്ക് തിന്നാ കുടിച്ച് ആലോചിക്കുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. നമുക്ക് കാണി പണി എമ്പാടുമാണ്. കെട്ടിടത്തൊരാളി, നിർമ്മാണത്തൊരാൾ, കെട്ടിടത്തൊരാൾ, ഞാൻ പറഞ്ഞില്ലേ എമ്പാടും പണി. അപ്പോൾ അവർ ആലോചന കമ്മിറ്റി ആലോചിച്ചു 11ാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, എങ്ങനെ LDFനെ പരാജയപ്പെടുത്തണം. അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം കിട്ടി. എന്താ തീരുമാനം കേൾക്കണം? കൃഷി. അതായത് കാർഷികോൽപ്പന്നങ്ങൾക്ക് നമ്മളെ കേരളത്തിൽ വിലക്കുറവാണല്ലോ. അതിൻ്റെ കാരണം കോൺഗ്രസ് തന്നെയാണല്ലോ. 91 നരസിംഹറാവു ഭരിക്കുമ്പോഴാണല്ലോ. അന്ന് ഈ ആന്റണി നമ്മളെ കേരള മുഖ്യമന്ത്രി, അവിടെ കേന്ദ്രമന്ത്രിയാണ്. അപ്പോഴാണല്ലോ ഘാട്ട് കരാറും WTO-വും IMF ഒക്കെ ഒപ്പിട്ട് നമ്മുടെ രാജ്യത്ത് ഈ കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെ വില കിട്ടാതെ ഇടങ്ങറായത്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. ഉമ്മപങ്കന്മാർക്ക്, പാവങ്ങൾക്ക്, അവർക്ക് എന്ത് WTO. ആ ആലോചന കമ്മിറ്റി തീരുമാനിച്ച് നാട് നിങ്ങൾ ഇറങ്ങിയിട്ട് ഈ അപകടം വരുത്തി വെച്ചത് നായനാരാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചോളും. ഓലിക്കൊന്നും അറിയില്ല. അങ്ങനെ തീരുമാനമെടുത്ത് മോനെ UDFിലെ നല്ല വാക്സാമർത്ഥ്യമുള്ള പ്രവർത്തകർ വീട് വീടാന്തരം ഇറങ്ങി. എന്നിട്ട് ഉമ്മ പങ്ങന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ്, ഇതാ താത്ത
നാനാറ് ഭരണത്തിൽ നമുക്ക് കുടിവെള്ളം കിട്ടിയിട്ടുണ്ട്, റോഡ് കിട്ടിയിട്ടുണ്ട്, പാലം കിട്ടിയിട്ടുണ്ട്, സ്കൂൾ കുട്ടികൾക്ക് 5 രൂപ അരി കിട്ടിയിട്ടുണ്ട്, നീതി സ്റ്റോർ വന്നിട്ടുണ്ട്, നീതി മെഡിക്കൽ സ്റ്റോർ വന്നിട്ടുണ്ട്, മാവേലി സ്റ്റോർ വന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ശാശ്വതമാണോ? ഞമ്മക്ക് എന്താ ശാശ്വതം? ഞമ്മക്ക് ശാശ്വതമായിട്ടുള്ളത് നമ്മളാട്ടക്ക, പിന്നെ നമ്മളെ തേങ്ങ, പിന്നെ നമ്മളെ കുരുമുളക്, ചുക്ക്, കാപ്പി, ഇതിനൊക്കെ വില കിട്ടുന്നുണ്ട. അതിനൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ശാശ്വതമായിട്ട് വില കിട്ടുള്ളൂ. ഇതൊക്കെ ആരാ വില തകർത്തിയത്? ആരും കേൾക്കണ്ട. ഈ നായനാരാണ്? അല്ലോ, നിങ്ങൾ കേട്ടിക്കണ ഡബിളി സഹിക്കാം, ടീ സഹിക്കാം, എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം നാനാ സർക്കാരിനെ തോൽപ്പിക്കണം. അത്തരത്തിലുള്ള കള്ളപ്രചാരങ്ങളാണ് മമ്മതേ പോക്കരെ രാമ ഈ നമ്മളെ കേരളത്തിലുടനീളം നടത്തിയവർ. അങ്ങനെ 11ാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDF എങ്ങനെയാണ് നേരിട്ടത്? ജാതിമത വിഭാഗീയ വർഗീയ ശക്തികളും മദ്യമാഫിയകൾ കള്ളക്കടത്തുകാർ. ജാതിമത വിഭാഗീയ വർഗീയ ശക്തികളും മദ്യമാഫിയകൾ കള്ളക്കടത്തുകാർ. കള്ളപ്പണക്കാരും അഴിമതി വീരന്മാർ കൈക്കൂലി രാജാക്കൾ ഒത്തുകൂടി വീടാന്തരം കേറിയവർ തല മോഹന വാഗ്ദാനം നൽകി. പിന്നെ നട്ടാൽ മുളയ്ക്കാത്ത കള്ളപ്രചാരവും നോട്ടിന്റെ കെട്ടുമായി വോട്ടുതണ്ടി. നട്ടാൽ മുളയ്ക്കാത്ത കള്ളപ്രചാരവും നോട്ടിന്റെ കെട്ടുമായി വോട്ടുതണ്ടി. നോട്ടിന്റെ കെട്ടുമായി വോട്ടുതണ്ടി. 1959 ശേഷം ഏറ്റവും ശക്തമായ വർഗീയ ശക്തികളുടെ ഏകീകരണമാണ് കേരളം കണ്ടത്. കേട്ടോ മമ്മതേ, അങ്ങനെ വീണ്ടും ഒരു ആലോചന പറ്റി കൂടി വോട്ട് കണക്കൂട്ടി ജയിക്കുമോ? ജയിക്കൂല, പോരാ. ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളെ മറികടന്ന് വിജയിക്കാൻ സാധ്യമല്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ വേറെ തീരുമാനമെടുത്തത്. എന്താ തീരുമാനം? കേരളത്തിലെ ജാതി പാർട്ടികളെ കണ്ട് അവരുടെ വോട്ട് വാങ്ങണം. ആ ജാതി പാർട്ടി നേതാക്കളെ കാണുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റിയുടെ നേതാവാണ് CP ജോൺ. മനസ്സിലായില്ല അല്ലേ? നമ്മളെ രാഘവന്റെ പാർട്ടിയാ, CMP. ആ CP ജോണും നമ്മളെ ഉമ്മൻചാണ്ടി, നമ്മളെ കുഞ്ഞാലിക്കുട്ടും, നമ്മളെ മലപ്പുറം MK മുനീറും എല്ലാം കൂടി ജാതി നേതാക്കളെ വോട്ട് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എപ്പോഴാ പുറപ്പെട്ടത്? പാതിര കഴിഞ്ഞിട്ടാ പുറപ്പെട്ടത്. അതാ പോകുന്നു സ്വകാര്യമായിട്ട് നോക്ക്. SRP SNDP നേതാക്കളെ കാണുന്നേ കണ്ടൂടൻ കാലിൽ വീട് കെട്ടിപ്പിടിച്ചേ. ഇക്കൂറി വോട്ടുകളൊന്നും ചിന്നിച്ച് നറിപ്പോകാതെ ഒക്കെയും UDF ചെയ്യാൻ പറയണേ. കരഞ്ഞോണ്ട് നടന്നാൽ പിന്നെ NDPയുടെ ഓഫീസിൽ കേറിയിരുന്നും കൊണ്ട് കരഞ്ഞു പറയുന്നേ. ഇടതന്മാർ വീണ്ടും നമ്മുടെ നാട് ഭരിച്ചാൽ കേട്ടോണി കൊടി പോലും കാണൂനായി ജാതി പാർട്ടികളെ. അങ്ങനെ പോട്ടെ പാതീര കോഴി കൂടെ നേരത്താരും കാണാതെ പതുങ്ങിച്ചെന്ന് NDFന്റെ നേതാക്കന്മാരെ കണ്ട് വെച്ച ഡിമാൻഡുകൾക്കൊക്കെയും സമ്മതം മൂളിക്കൊണ്ട് നേരെ പോകുന്നേ. അങ്ങനെ പോട്ടെ നേരെ അവർ ചെന്ന് BDPയുടെ ഓഫീസിൽ പൂന്തൂറ സിറാജിന് സലാം വെക്കുന്നേ. സലാമും വെച്ചുകൊണ്ട് കാല് പിടിച്ചു പറയുന്നേ, ഉസ്താദ് മദനിയെ മോചിപ്പിക്കാമേ. എല്ലാ ജാതി പാർട്ടി നേതാക്കളെയും കണ്ട് അവരുമായി പല കരാറുകളും ഉറപ്പിച്ചു. പൂന്തുറ സിറാജിനെയും കൂട്ടി ജയിലിലെത്തി. UDF നേതാക്കൾ ഉസ്താദ് മദനിയെ കണ്ട് ചില ആളുകൾ കാലി വീണു, ചില ആളുകൾ സലാം ചൊല്ലി. ദിൽ സലാം സലാം മദനി സാഹിബ് സലാം സലാം യാ ഉസ്താദ് യാ ഉസ്താദ് യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ദിൽ സലാം സലാം മദനി സാഹിബ് സലാം സലാം യാ ഉസ്താദ് യാ ഉസ്താദ് യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. കൈകളിൽ മുത്തി സലാം മുത്തി മുത്തി സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. അങ്ങനെ മദനി ഉസ്താദിനെ കണ്ട് PDPയുടെ വോട്ട് ഉറപ്പിച്ചു. ഉമ്മൻചാണ്ടി പ്രത്യേകം ഉറപ്പ് കൊടുത്തു, ഇതാ ഉസ്താദെ, UDF സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുന്ന ആ ചടങ്ങിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ ഇടതുപക്ഷ ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു മോചന യാത്ര ആരംഭിച്ചു. ജാഥ കെംപ്ടൺ ആന്റണി. ക്രംപ്ടൺ
നാദാപുരത്തൊരു മുസ്ലിം സ്ത്രീയെ മാനഭംഗപ്പെടുത്തി എന്നുള്ള കള്ളക്കഥ ലീഗ് നേതാക്കളും പ്രവർത്തകരും വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരിപ്പിച്ചു. അതിൽ LDF, PDP എന്നീ പാർട്ടികളുടെ സജീവ പ്രവർത്തകരും ഉണ്ടായിരുന്നു. സഹോദരിമാരെ വിളിച്ചിരുത്തിയവർ പറഞ്ഞു, നാദാപുരം നാട്ടിലുള്ള ഒരു വീട്ടില് നാഥൻ കളൂഫിലെന്നറിയും വീട്ടിൽ ആരും തുണയില്ലാത്തൊരു നേരത്ത് ഒരു ക്രൂരന്മാർക്കിഷ്ട അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയുള്ള പരാകർമ്മങ്ങൾ കേട്ടാൽ കൽബ് പൊട്ടി കരഞ്ഞു പോകും. 8 വയസ്സായ ഒരു പെൺകുട്ടി ആ പൈതലെയും ഉമ്മയെയും കാര്യം പറയുന്നുണ്ട്. എല്ലാം വിശദമായി പറഞ്ഞു തരാം. ഉമ്മാജി താത്തമാര് ഇരുന്ന് കേൾപ്പി. ഇങ്ങനെ നീചവും നികൃഷ്ടമായ പ്രചരണങ്ങൾ തുടങ്ങി. നാദാപുരത്തുങ്ങൾ കാട്ടിൽക്കൂട്ടി അക്കം എന്താ പറയാത്ത വിരാക്ക? എന്ത് കാട്ടിക്കൂട്ടിന്നാ പോക്കരെ? നാദാപുരത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ പോക്കരെ? ആന്റണി സർക്കാരിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് നാദാപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? നാദാപുരത്ത് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുകയോ മാനഭംഗപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ്. സംശയം ഉണ്ടെങ്കിൽ 2000 ഡിസംബർ മാസം 14-ാം തീയതി പത്രം എടുത്ത് വായിച്ചു നോക്കും. അതിന്റെ പേരിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ പട്ടാപകൽ വെട്ടിക്കൊന്നു. നിരപരാധിയാം വിനൂവിനെ നടുറോട്ടിൽ വെട്ടി നുറുക്കിയ കാബാലിക. നിരപരാധിയാം വിനൂവിനെ നടുറോട്ടിൽ വെട്ടി നുറുക്കിയ കാബാലിക. മതതീവ്രവാദവും അധികാരഹന്തയും മത്ത് പിടിപ്പിച്ച നരാധമന്മാർ. മതതീവ്രവാദവും അധികാരഹന്തയും മത്ത് പിടിപ്പിച്ച നരാധമന്മാർ. മത്ത് പിടിപ്പിച്ച നരാധമന്മാർ. നിരപരാധിയായ ചെറുപ്പക്കാരന്, ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ആ ചെറുപ്പക്കാരന് നടുറോട്ടിൽ വെച്ച് നിങ്ങൾ ഭീകരമാം വിധം വെട്ടിക്കൊന്നു വഹരെ. ആ പാപങ്ങൾ എവിടെ വെച്ച് തീർക്കും? ആ ഇല്ലാത്ത ബലാത്സംഗത്തിന്റെ കഥ പറഞ്ഞാണ് UDF വോട്ട് വാങ്ങിയത്. മാത്രമല്ല പീഡിപ്പിക്കാതെ ബലാത്സംഗ കഥ നാടകരൂപത്തിൽ സ്റ്റേജിൽ അവതരിപ്പിച്ചു. യൂത്ത് ലീഗും യൂത്ത് ലീഗും കോൺഗ്രസും ഇത് കണ്ട് ആർത്തിച്ചിരിച്ചു. ഒരാളെങ്കിലും എഴുന്നേറ്റ് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല പോക്കെ. എന്നാൽ ഇടതുപക്ഷ നേതാക്കളും പ്രവർത്തകരും വിളിച്ചു പറഞ്ഞു, അരുതേ, ചെയ്യരുതേ, തെരുവിൽ വെച്ച സഹോദരിയെ മാനഭംഗപ്പെടുത്തരുതേ. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിലും വേണ്ടില്ല, ആ സഹോദരിയെയും കുടുംബത്തെയും നടുറോട്ടിൽ വെച്ച് മാനഭംഗപ്പെടുത്തരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. അധികാരത്തിന്റെ ചക്കരക്കൂടം നുണയാൻ ആർത്തിയോടെ കാത്തിരുന്ന UDF-കാരുടെ ചെവികൾക്ക് ആ അഭ്യർത്ഥന കേൾക്കാൻ കഴിഞ്ഞില്ല. നാദാപുരം എന്ന പ്രദേശം ഭൂമി മലയാളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ആന്റണി ഭരണമെന്ന ഈ അപകടം നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അങ്ങനെ കള്ളപ്പണക്കാരും കള്ളക്കടത്തുകാരും മദ്യമാഫിയകളും മതതീവ്രവാദികളും വർഗീയവാദികളുമായി ചേർന്ന് UDF 99/1 സീറ്റ് വാങ്ങി. 99 UDF, 1 വിമത കോൺഗ്രസ്, അങ്ങനെ 100. അങ്ങനെ ആന്റണി മുഖ്യമന്ത്രിയായി അധികാരമേറ്റുന്ന ചടങ്ങ് കാണാനെത്തിയവർ ഒരാളെ അന്വേഷിച്ചിരുന്നു. ആരെ? ഉസ്താദ് മദ്രി സാഹിബിനെ. അയാളെ കണ്ടില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു UDF-ന്റെ പ്രകടന പത്രികയുടെ പേര് പോക്കരെ? തലക്കെട്ട് മറന്നോ? ഓർമ്മ ഉണ്ടാവില്ല. വീരാങ്ക പറഞ്ഞുതരാം. കേരളത്തിന്റെ നവോത്ഥാനത്തിന് ഒരു നയരേഖ എന്നായിരുന്നു സാഹിത്യം. ആ രേഖ വെച്ചാണ് ഭരണം തുടങ്ങിയത്. ഭരണം തുടങ്ങി 1 മാസം തികയുന്നതിന് മുമ്പ് ആരുടെ പ്രസ്താവനയാണ് സർക്കാരിനെതിരെ വന്നത്? രാമ ഓർമ്മയില്ല. ആരുടെ സമരമാണ് ആദ്യം വന്നത് സർക്കാരിനെതിരെ? അത് ഓർമ്മയില്ല. രണ്ടും ഞാൻ പറയേണ്ടി വരും. സമരം നടത്തിയത് വ്യാപാരി വ്യവസായി. സർക്കാരിനെതിരെ ആദ്യത്തെ പ്രസ്താവന നടത്തിയത് കരുണാകരൻ. എന്താ കരുണാകരൻ പറഞ്ഞത്? പോരാ പോരാ സ്പീഡ് പോരാ, ഭരണത്തിന് വേഗത പോരാ, ഭരിക്കുവാനറിയാത്ത പോരായ്മയുണ്ട്. ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായ ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കയില്ല. പോരാ പോരാ സ്പീഡ് പോരാ, ഭരണത്തിന് വേഗത പോരാ, ഭരിക്കുവാനറിയാത്ത പോരായ്മയുണ്ട്. കരുണാകരന്റെ ആ പ്രസ്താവന വിഷമിപ്പിച്ചത് KPCC പ്രസിഡന്റിനെയാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആന്റണിയുടെ ഭരണത്തെപ്പറ്റി വരുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തം മുരളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുരളി ആലപ്പുഴ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു, 6 മാസം ഈ സർക്കാരിനെ ആരും കുറ്റം പറയരുത്, ഈ ആന്റണി ഗവൺമെന്റിന്റെ മധുവിധ കാലമാണ്. മന്ത്രിസഭയുടെ 6 മാസം
ഇടയ്ക്കാരും വലിഞ്ഞു കയറി കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിടേണ്ട. പ്രതിപക്ഷത്തോടായിരുന്നില്ല മുരളിയുടെ ഈ പ്രഖ്യാപനം. സ്വന്തം പാർട്ടിക്കാരോടും സർവോപരി സ്വന്തം ഗ്രൂപ്പുകാരോടും പ്രത്യേകിച്ച് സ്വന്തം അച്ഛനോടുമായിരുന്നു. ആഴ്ചയൊന്നും കഴിഞ്ഞില്ല, ലീഡറുടെ പ്രസ്താവന വീണ്ടും വന്നു. ഉഗ്രം പ്രസ്താവന. എന്തായിരുന്നു ഉഗ്ര പ്രസ്താവന? ആഭ്യന്തരം അമ്പേ പരാജയം, ഭരണപരിചയം പോരാ, ആന്റണി നിഷ്ക്രിയൽ നിർഗുണൻ അന്തോണിയെ അധികാരമേൽപ്പിച്ചവർ അയ്യോ നിരാശയിലാണ് ഘട്ടം. ഞാൻ മുഖ്യനായിരുന്ന കാലം ഇതിലും എത്രയോ വലിയ പ്രശ്നങ്ങൾ അതിലളിതമായി കൈകാര്യം ചെയ്തവൻ ഞാൻ, കൈകാര്യം ചെയ്തവൻ നാദാപുരത്ത് അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയപ്പെട്ടെന്നും ആന്റണി സർക്കാരിനെ അധികാരത്തിലേറ്റിയവർ നിരാശയിലാണെന്നും കരുണാകരൻ തുറന്നടിച്ചു. കരുണാകരൻ്റെ ഇടയ്ക്കിടെയുള്ള പ്രസ്താവന കാരണം സത്യത്തിൽ ആന്റണി ഭയപ്പെട്ടു. ആന്റണി വീട്ടിലെത്തി ഭാര്യയുമായി സംസാരിച്ചു. ഈ മുഖ്യമന്ത്രി സ്ഥാനം 5 കൊല്ലം മുന്നോട്ട് പോകുന്ന ലക്ഷണം കാണുന്നില്ല. കരുണാകരൻ പാര വയ്ക്കും. കരുണാകരന് മുമ്പത്തെ പ്രതികാരമുണ്ട്. ഈ കാര്യം കേട്ടപ്പോൾ മിസ്സിസ് ആന്റണി വിഷമിച്ചു. ഭർത്താവിൻ്റെ വിഷമത്തിൽ മനം നൊന്ത് എലിസബത്ത് ഭർത്താവിന് വേണ്ടി കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ, കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ, കരുണാകരന്റെ നാവിൻ നീളം കുറയ്ക്കാൻ കനിയണേ, ഞങ്ങളെ കാക്കണേ. കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ, കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഭരണം ആരംഭിച്ച ആന്റണിയുടെ ആദ്യത്തെ തിരുവായ്മൊഴി വന്നു. തിരുവായ്മൊഴി എന്ന് പറഞ്ഞ പ്രസ്താവന. എന്തായിരുന്നു പ്രസ്താവന? ഖജാനക്കാരി, ജനങ്ങൾ 5 കൊല്ലക്കാലം ത്യാഗം സഹിക്കേണ്ടി വരും. മുണ്ട് മുറുക്കി കൊടുക്കണം, കയ്പ് കഷായം കുടിക്കണം. നാനാരുടെ 5 കൊല്ലത്തെ ഭരണത്തിൽ ഖജാനകാരിയാണ്. ഞങ്ങൾ ഖജാനയിൽ ഇറങ്ങി തപ്പി നോക്കി, 4 മൂലയും തപ്പി നോക്കി. ആരെ തപ്പിയേ ഒന്നുമില്ലയ്യേ, ഒന്നര തപ്പിയില്ലേ അയ്യേ ഒന്നുമില്ലയ്യേ, ആരെ തപ്പിയേ ഒന്നുമില്ലയ്യേ, ഒന്നര തപ്പിയില്ലേ അയ്യേ ഒന്നുമില്ലയ്യേ. കണ്ടില്ലേ കണ്ടില്ലേ കാലിയായത് കണ്ടില്ലേ, ഒന്നാകെ ഖജാന കാലിയായത് കണ്ടില്ലേ, കണ്ടില്ലേ കണ്ടില്ലേ കാലിയായത് കണ്ടില്ലേ, ഒന്നാകെ ഖജാന കാലിയായത് കണ്ടില്ലേ. കാശില്ലാതെ കണ്ടപ്പോൾ ശ്വാസഗതി മുട്ടിപ്പോയി, ആശയെല്ലാം പാളിപ്പോയി, ഈശ്വരഗതി എന്തിനി അബ്ദുല്ലേ കുഞ്ഞാലി അര കാശുമില്ല കാലി. തപ്പി നോക്കാമാ ഒന്നരിച്ച് നോക്കാമാ, പെരുക്കി നോക്കാമാ ഒന്നടിച്ചു മാറാമാ. കണ്ടില്ലേ കണ്ടില്ലേ കാലിയായത് കണ്ടില്ലേ, ഒന്നാകെ ഖജാന കാലിയായത് കണ്ടില്ലേ. ആകെ തപ്പിയില്ലേ ഒന്നുമില്ലയ്യേ, ഒന്നാകെ തപ്പിയില്ലേ അയ്യേ ഒന്നുമില്ലയ്യേ. ഖജാനക്കാരുടെ ഉത്തരവാദിത്തം LDFന്റെ ചുമലിൽ കെട്ടിവെക്കുന്ന ആന്റണി ചരിത്രത്തിന് നേരെ കണ്ണടക്കുകയാണ് പോകരെ. രാമ, 1996 LDF ഭരണം ഏറ്റെടുക്കുമ്പോഴും ഖജാനകാരിയാണ്. 461 കോടിയുടെ കടബാധ്യതയാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും LDF ഗവൺമെന്റ് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടിയാണ് കൈക്കൊണ്ടത്. പൂട്ടിക്കിടക്കുന്നൊരൊട്ടനവധി ഫാക്ടറികളൊക്കെ തുറന്നില്ലേ, പെൻഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും കൃത്യമായൊക്കെ കൊടുത്തില്ലേ. പാവപ്പെട്ടുള്ള ജനങ്ങൾക്കൊക്കെയും ആശ്വാസം നൽകിയതും ഓർക്കണം. ഇക്കാര്യമൊക്കെ മറച്ച് വെച്ചിട്ട് കള്ളം പറയുന്നു ആന്റണി, ഇക്കാര്യമൊക്കെ മറച്ച് വെച്ചിട്ട് കള്ളം പറയുന്നു
LDF സർക്കാരിൻ്റെ നയം അതായിരുന്നു. എന്നാൽ UDF സർക്കാരിൻ്റെ നയം എന്താണ്? സുരക്ഷിത ഭൂരിപക്ഷത്തിൻ്റെ അഹന്തയിൽ രാജകുമാരനെ പോലെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി, കൂട്ടുത്തരവാദിത്വം മറന്ന് നാനാദിക്കിലേക്കും പായുന്ന മന്ത്രിമാർ, കഴിയും വേഗം എല്ലാം വിട്ടുതുലച്ച് കാശി ഗീശയിലാക്കാൻ ആർത്തി പിടിച്ച് നടത്തുന്ന സ്വകാര്യവൽക്കരണ പരിപാടികൾ. 20 മന്ത്രിമാർ നടത്തുന്ന 20 സർക്കാരാണ് പോക്കരെ ഈ കേരളത്തിലുള്ളത്. ഇതാണ് UDF ഭരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം പാഴെ മറന്നില്ലേ? എല്ലാം മറന്നു. അധികാരമേറ്റോടെയുള്ള പ്രഖ്യാപനം എന്തായിരുന്നു പോക്കരെ? ആർഭാടം കുറയ്ക്കുമെന്നായിരുന്നു. മോഡി പിടിപ്പിക്കില്ലെന്ന് ആന്റണി പ്രഖ്യാപിച്ച മന്ത്രിമന്ദിരങ്ങളിൽ സോഫ സെറ്റും കാർപ്പറ്റും വാങ്ങാൻ 22 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. 5 മാസം കൊണ്ട് ഓരോ മന്ത്രിക്കും വന്ന ടെലിഫോൺ ബില്ല് കേൾക്കണോ? ശരാശരി 1.5 ലക്ഷം രൂപ വീതമാണ് ഒരാൾക്കാ. അത് നിങ്ങൾ പറഞ്ഞ് ഞാൻ ശരിവെക്കാം. കാരണം ഈ കോൺഗ്രസിൻ്റെ മന്ത്രിമാരുണ്ടല്ല, ഒരച്ചടക്കില്ല എത്ര കായാണ്. അതിപ്പോൾ നമ്മൾ ചേട്ടാ. പക്ഷേ ഞങ്ങൾ ലീഗിൻ്റെ 4 മന്ത്രിമാർ ഒരനാവശ്യം ചെയ്യില്ല. വീരാങ്ക പ്രത്യേകിച്ച് നമ്മൾ MK മുനീർ സാഹിബ്, എന്തൊരു ലളിത ജീവിതമാണ് വീരാങ്ക. എൻ്റെ മുനീറിൻ്റെ ചെലവും പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് പോക്കരെ, ഞാൻ വായിച്ചതാ. അത് പറഞ്ഞിട്ടുണ്ട് ലളിത ജീവിതം കേട്ടോ. ലാളിത്യത്തിന്റെ പ്രതീകം ബഹുമാന മന്ത്രി മുനീർ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യും. മന്ത്രി ഫോൺ വിളിച്ചപ്പോൾ ഫോണിൽ ബില്ല് വന്നപ്പോൾ 1,38,000 ഉറുപ്പികയാണല്ലോ, മുത്തേറുപ്പികയാണല്ലോ. കന്നിപ്പളുങ്ക മന്ത്രി മുനീറിൻ ബംഗ്ലാവ് മോടി കൂട്ടാൻ 2.25 ലക്ഷം പൊതുഖജാനയിൽ നിന്നും ചിലവാക്കി. എല്ലാ മന്ത്രിമാരും ശരിക്കും ശരിപ്പെടുത്തി. വേറൊരു മന്ത്രി ഉണ്ട്, മന്ത്രി കുട്ടപ്പൻ്റെ. ആ ചെലവ് കിട്ടിയിട്ട് മന്ത്രി കുട്ടപ്പൻ, ഗിരിജന മന്ത്രി. അത് ഞാൻ പറഞ്ഞുതരാം ചെലവ് എത്രയാ. പട്ടിക കുട്ടപ്പൻ മന്ത്രി വീട് മോടി കൂട്ടാൻ ഒട്ടാക ചിലവഴിച്ചത് വേണമെങ്കിൽ കേട്ടോടിയേ. കേട്ടാലും കേട്ടില്ലേലും ഞാൻ പറയുന്നേ, 1,65,000 നാണയമാണേലോ, 1,65,000 നാണയമാണേലോ, 1,65,000 നാണയമാണേലോ. പട്ടികക്ഷേമത്തിനായി പഞ്ചായത്തുകൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്ന് 40 കോടി എടുത്ത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച വീരനാണ് ഈ മന്ത്രി. LDF ഭരണത്തിൽ 14 മന്ത്രിമാർ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്ന വകുപ്പുകൾ 20 പേർക്ക് വീതിച്ച് നൽകി. അധികമായി വന്ന 6 മന്ത്രിമാർക്ക് വേണ്ടിയുള്ള ചെലവ് 16 കോടിയാണ് പോക്കരെ. ടെലിഫോൺ, വൈദ്യുതി, വെള്ളം ഇതൊക്കെ വേറെയും കൊടുക്കണം. ഇങ്ങനെ സർക്കാർ ഖജനാവ് ദൂർത്തടിക്കുന്ന ഗവൺമെൻറ് ചെലവ് ചുരുക്കലിൻ്റെ പേരിൽ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളിലാണ് കൈവയ്ക്കുന്നത്. നാളിതുവരെ നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെ 13 ഇന നടപടികളിലൂടെ തകർക്കുകയാണ് ആന്റണി സർക്കാർ. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വമ്പിച്ച പ്രക്ഷോഭം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിന് കേരളം മുഴുക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സമരത്തെ എസ്മ പോലുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ച് തകർക്കുവാനാണ് ആന്റണി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെ തൊഴിലാളി വർഗം ധീരമായി തന്നെ നേരിടും. UDF ഭരണത്തിൽ അഴിമതി വ്യാപകമാക്കി. അതാണ് ജാപ്പാൻ കുടിവെള്ള പദ്ധതി വീണ്ടും കൊണ്ടുവരുന്നതിലൂടെ നാം കണ്ടത്. കൂടാതെ പാലങ്ങൾ, റോഡുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കള്ളുഷാപ്പുകൾ, റെസ്റ്റ് ഹൗസുകൾ ഇവയൊക്കെ വിൽക്കാൻ തീരുമാനിക്കുകയും വിറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വിദ്യാഭ്യാസ മേഖല മുഴുവൻ കച്ചവടച്ചരക്കാക്കി. ഡെന്റൽ കോളേജുകളും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആയുർവേദ കോളേജുകളും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, വിറ്റുകൊണ്ടേയിരിക്കുന്നു. അല്ല വീരാങ്ക, ഇവിടെ വേറെന്തോ ഒരു വർത്തമാനങ്ങൾ. എന്തോ ഒരു കോഴിയിറച്ചിൻ്റെ കച്ചവടം. ഏതോ ഒരു മന്ത്രി കോഴിയിറച്ചി കട്ടുവെന്നോ? കോഴിയിറച്ചി കണ്ടതല്ല രാമ, കോഴിയിറച്ചിൻ്റെ അല്ല. അടക്ക് ഇത്ര പേരില്ലേ? ഈ പേപ്പർ വായിക്കല്ലേ? നമ്മളെ ശങ്കരനാരായണൻ എല്ലാ മന്ത്രിമാരും കക്കുകയല്ലേ, അടിമതി കാട്ടുകയല്ലേ. അപ്പം നമ്മളെ ധനമന്ത്രിയും വെറുതെ ഇരുന്നില്ല. മൂപ്പർക്ക് ലേശം കാശിൻ്റെ ആവശ്യം ഉണ്ടായപ്പോൾ മൂപ്പര് നിർവഹിച്ചു. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കോഴിനെ കൊണ്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഇറച്ചി കോഴിനെ. ആ കോഴിക്ക് നമ്മൾ നികുതി ചുമത്തലുണ്ട്. ആ നികുതി ഒഴിവാക്കി കൊടുത്ത മൂപ്പര് 8 കമ്പനിക്ക് അങ്ങനെ 81 കോടി ഉറുപ്പ്യ ഖജാന ഏതാനും കാര്യമാണ്. അത് പിന്നെ ആകാശിട്ട് എന്താ കാര്യം? ആ 81 കോടി ഉറുപ്പ് ഒഴിവാക്കി കൊടുത്താൽ മൂപ്പർക്ക് ഒരു സംഖ്യ കിട്ടും. ആരാതിൻ്റെ ആളെന്ന് പറയുക? ആശാൻ ഉമ്മൻചാണ്ടി. നമ്മളാ മൂപ്പരാണെന്നെ ആശാൻ. പക്ഷേ ആ അഴിമതി സഖാവ് VS അച്യുതാനന്ദൻ രേഖ വെച്ച് വാദിച്ചു നിയമസഭയിൽ. കണ്ടു തള്ളിപ്പോയി. അവസാനം ഗതി മുട്ടിയപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഞാനങ്ങനെ ഫയൽ ഒപ്പിട്ടിട്ടില്ലല്ലോ. ഏത് ഫയല്? എന്ത് ഫയല്? എന്തൊപ്പ്? ആരൊപ്പ്? എന്തൊപ്പ്? മറുപടിയൊക്കെ ഒപ്പ് വെച്ചിരിക്ക, എപ്പ വെച്ചിരിക്ക, ഇറച്ചി കോഴി ഫയലിൽ ആര് ഒപ്പ് വെച്ചിരിക്ക, ഫയലുകൾ
പോലെ കണ്ടില്ല, ഞാനറിയില്ല, ചണ്ടിക്കോഴിക്കൊപ്പ് വെച്ചത് ചാണ്ടിക്കറിയില്ല. അങ്ങനെയാണ് ശങ്കരനാരായണൻ തടി തപ്പിയത്. അതിനിടയ്ക്കാണ് കൊപ്പരടപാടിൽ 56 കോടി അഴിമതി നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ സാധിച്ചില്ല. സഖാവ് VS അതും കണ്ടുപിടിച്ചു, അത് തുറന്നു കാട്ടി. കൃഷിമന്ത്രി പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫയൽ കണ്ടിട്ടില്ല, എനിക്കിപ്പോൾ അന്വേഷിക്കാൻ ശേഷിയില്ല, ഓർമ്മയ്ക്ക് തീരെ പോരാ, കണ്ണ് കാണുന്നില്ല. എന്ത് ഞാനാണോടോ പോക്കറിയത്. അത് മാത്രമല്ല, ധാതുമണൽ ഇടപാടിൽ അഴിമതിയുടെ കൂറ്റൻ കഥ ഒളിഞ്ഞു കിടക്കുകയാണ്. സഹകരണ പ്രസ്ഥാനത്തെ വീണ്ടും അഴിമതിയുടെ കറവ പശുവാക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നു. ബസ് ചാർജ് വർധനയിലൂടെ കോടികൾ വാരിക്കൂട്ടി, വിറ്റുവരവ് നികുതി പിൻവലിച്ചിലൂടെ കോടികളോടെ അഴിമതി നടത്തി. അതൊക്കെ നിങ്ങൾ നടത്തി. അത് മാത്രമല്ല പോക്കെ, വേറൊരു സംഭവം കൊട്ടിക്കളഞ്ഞു. എന്താ വിരാങ്ക? BJP സർക്കാരിൻ്റെ ദാസ്യവേല ചെയ്യുന്ന AK ആന്റണി 100-ലേറെ മനുഷ്യജീവൻ നഷ്ടമായ പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ ആശ്വാസമായി ഒരു പൈസ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുക്കാൻ ശ്രമിച്ചില്ല. പലതവണ ഡൽഹിയിൽ പോയി തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോഴൊക്കെ പത്രക്കാർ ചോദിക്കും, കിട്ടുമോ, തരുമോ? തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തരുമോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആന്റണി പറയണേ, തരാന്ന് പറഞ്ഞാല് കേന്ദ്രം തരാതിരിക്കൂല, തരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല. പരാതി തീർക്കാനായി കേന്ദ്രം തരാതിരിക്കൂല, തരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല. തരാന്ന് പറഞ്ഞാല് കേന്ദ്രം തരാതിരിക്കൂല, തരാതിരുന്നാലോ നമ്മുടെ പരാതി തീരൂല. പണക്ക് വല്ലതും മനസ്സിലാവണോ? തരാന്ന് പറഞ്ഞാൽ തരാതിരിക്കൂല, തരാതിരുന്നാൽ തരാതിരിക്കൂല. ഇതാണ് മൂപ്പര മറുപടി. നമ്മളെ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അതുമാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിമാരുടെ ഒരു പട ഡൽഹിയിൽ പോയത്. എന്തിനാ പോയത്? ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് തിരിച്ചു വന്ന മന്ത്രിയോട്, അതായത് മുഖ്യമന്ത്രിയോട്, പത്രക്കാർ ചോദിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് നമ്മുടെ കേരളത്തിന് അപകടമല്ലേ? ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടോ? വാജ്പേയി നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്, ഏറ്റുമുട്ടാനൊന്നും നമ്മളില്ല. വായ്പൊത്തി നിന്നാല് വല്ലതും തന്നാല് തന്നതും കൊണ്ടിങ് പോരാമല്ലോ. വാജ്പേയി പറയുന്ന കടലാത്തിലൊക്കെയും ഒപ്പിട്ടാൽ നമ്മൾക്ക് നേട്ടം തന്നെ, ഒപ്പിട്ടാൽ നമ്മൾക്ക് നേട്ടം തന്നെ. വാജ്പേയി നീട്ടുന്ന കടലാസൊക്കെ ഒപ്പുവെച്ചാൽ നമുക്ക് നേട്ടമാണെന്നാണ് ആന്റണി മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് ആന്റണി കേരളത്തിൽ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് എല്ലാറ്റിനും വില കയറി. അവസാനത്തെ ആശ്രയമായിരുന്നു പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രി. അവിടെയും വില കൂട്ടി. ഇപ്പോൾ മുമ്പത്തെ മാതിരി കയ്യും വീശി സർക്കാർ ആശുപത്രി പോകാൻ പറ്റില്ല. അത് നമ്മളെ കർഷക തൊഴിലാളിയോടൊന്ന് പറഞ്ഞുകൊണ്ടു. ഞാൻ വന്നപ്പോൾ ഒരു കടലാസ് കൊടുത്തില്ലല്ലോ. കടലാസ്? ഞാൻ ഇവിടെ വെച്ചേക്കാം. ഇതൊന്നും കൂടെ ഒട്ടിച്ചിട്ട് നമ്മളെ കർഷക തൊഴിലാളികൾ ആശുപത്രി പോകുമ്പോൾ മുമ്പത്തെ മാതിരി കയ്യും വീശി പോണ്ട. ഞാൻ വായിച്ചു തരണം എന്നാ കേട്ടോ. സൂചി, പഞ്ഞി, കഞ്ഞി, തുണി, മരുന്നുകൾ ഇത്യാദി രോഗിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറത്തു നിന്നും കൊണ്ടുവരേണ്ടതാണ്. NB. പാവപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്താൽ എംബാം ചെയ്യുന്നതിനും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുമുള്ള സംഖ്യ ഭദ്രമായി കെട്ടിയ ശരീരത്തിൻ്റെ ഭാഗത്ത് സൂക്ഷിക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം ജോർജ് ഫെർണാണ്ടസിൻ്റെ പാർട്ടിക്കാരെങ്കിലും കണ്ടാൽ അത് കൊണ്ടുപോകാനിടയുണ്ട്. ശവപ്പെട്ടീൻ്റെ കമ്മീഷൻ്റെ ഇവിടെ വാന്തി കൂട്ടലാണ്. അത് നന്നായി. പിന്നെ സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രിയോട് തുല്യത പുലർത്തുന്നതിനാണ് ഈ പരിഷ്കാരങ്ങൾ. ജനങ്ങൾ സഹകരിക്കുക എന്ന് AK ആന്റണി ഉപചാരപൂർവം ശങ്കരൻ. അതൊന്ന് ഒട്ടിക്കണം. മനസ്സിലായപ്പോൾ മാത്രമല്ല, ആന്റണി ഭരണത്തിൽ വ്യാജച്ചാരായും വിദേശ മദ്യസെക്കൻഡും വ്യാപകമായതോടെ സർക്കാർ ഏജൻസികൾ വഴിയുള്ള വിദേശ മദ്യത്തിൻ്റെയും കള്ളിൻ്റെയും വിൽപ്പന കുറഞ്ഞു. കേട്ടാ രാമ, അബ്കാരി കരാറുകളുടെ നേതൃത്വത്തിൽ സമാന്തര ഉൽപ്പാദനവും വിൽപ്പനയും ആരംഭിച്ചു. കുറഞ്ഞ കാശിന് വീരം കൂടിയ വിഷം എവിടെയും കിട്ടുമെന്ന് വന്നു. അതാ ഞാൻ പറഞ്ഞ പൊള്ളാണി നോക്കുക, അതാ വരണോ വേലായുധൻ. നമ്മളെ വേലായുധൻ നന്നായിട്ട് ആടിയാ വരുന്നത്. അദ്ദേഹം നന്നായിട്ട് കുടിച്ചൊരു പാട്ട് പാടും. അതാ അടുത്തതാ പറയും. ബ്രാൻഡ് ഷോപ്പിന്റെ അപ്പുറത്തെ വഴിവക്കത്ത്
വീട്ടിലെ വഴിവക്കത്തെ വീട്ടിലെ അബ്കാരി കോൺട്രാക്ടറുടെ ആളില്ല ബംഗ്ലാവിലെ ബ്രാൻഡി വിസ്കിയും ഇഷ്ടം പോലെടാ ബ്രാൻഡി വിസ്കിയും ഇഷ്ടം പോലെടാ നിനക്ക് വേണമെങ്കിൽ പോയി വാങ്ങി കുടിക്കടാ നിനക്ക് വേണമെങ്കിൽ പോയി വാങ്ങി കുടിക്കടാ വല്യ വല്യ പോലീസേമാന്മാര് നമുക്ക് കാവല് എക്സൈസേമാൻ കാവല് വല്യ വല്യ പോലീസേമാന്മാര് നമുക്ക് കാവല് എക്സൈസേമാൻ കാവല് തുച്ഛം കാശിന് നല്ല സാധനം തുച്ഛം കാശിന് നല്ല സാധനം ബീവറേജിലെ വെള്ളമല്ല അടിപൊളി ബീവറേജിലെ വെള്ളമല്ല വെള്ളപ്പള്ളി. അങ്ങനെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മദ്യനയത്തിലൂടെ സർക്കാർ ഖജനാവിന് 2000 കോടി വരുമാനം ഉണ്ടായിരുന്നത് തകർത്ത് മദ്യരാജാക്കന്മാർക്ക് കീഴടങ്ങി. കള്ള് സഹകരണ സംഘങ്ങളെ പിരിച്ചുവിട്ട് കള്ള് ഷോപ്പുകൾ ലൈസൻസ് മുഖേനയാക്കാൻ തീരുമാനിച്ചു. ഇതിന് മുൻകൈയെടുത്തത് KPCC-യാണ്. അങ്ങനെ അബ്കാരികളെ വീണ്ടും സൃഷ്ടിച്ച് കേരളത്തിൽ വിഷമത്യം മുഴുക്കുകയാണ് ആന്റണി സർക്കാർ. കേട്ടോ അമ്മതേ, ഭരണം 8 മാസം പിന്നിട്ടപ്പോഴേക്കും ആന്റണിയും കരുണാകരനും നിരന്തരം ഏറ്റുമുട്ടി. കരുണാകരൻ തുറന്നു തന്നെ പറയാൻ തുടങ്ങി, ആന്റണി ഭരിക്കാനല്ല ഭരണത്തിൽ കയറിയിരിക്കുന്നത്, എന്നെയും എൻ്റെ കുട്ടികളെയും എൻ്റെ ഗ്രൂപ്പുകാരെയും അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്യാനാണ്. എന്നാൽ ആന്റണി വന്ന വഴി ഓർക്കുന്നത് നന്ന്. എൻ്റെ മകൾക്ക് ഒരു ചെറിയ സ്ഥാനം കിട്ടിയതുപോലെ ഇവർക്ക് ദഹിക്കുന്നില്ല. ഇവരൊക്കെ ഒരു കാലത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ മകളുടെ കാലിൽ വന്ന് കിടന്നവരാണ്. കരുണാകരൻ പറഞ്ഞ ശരിയാണ്. മകനെ KPCC ആക്കാനും മകളെ KTDC ആക്കാനും കരുണാകരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. KTDC സ്ഥാനം നേടിയ പത്മജിയും ഒട്ടും മോശമലം തെളിയിച്ചു. ഈ സ്ഥാനം ഉപയോഗിച്ച് ലോകമൊന്ന് ചുറ്റിക്കറങ്ങി ടൂറിസ്റ്റുകളെ ആകർഷിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് വിദേശ യാത്ര ഒപ്പിച്ചത്. യാത്ര പുറപ്പെടാൻ നേരത്ത് അച്ഛനോട് യാത്ര ചോദിക്കാൻ വേണ്ടി വന്നു. കരുണാകരൻ അങ്ങോട്ടൊരു ചോദ്യം, എവിടേക്കാ ആദ്യം? മകൾ പറഞ്ഞു, ലണ്ടനിലേക്കാണ് എൻ്റെ ആദ്യ യാത്ര, പെൻഡിങ്ങിൽ ബർലിനും മുണ്ടൂടാടി, തോമസ് ചായനും ഫാമിലിയും കൂടാതെ ഹസ്ബൻഡും പോരുന്നുണ്ട്. ടൂറിസം ഒന്നു വികസിപ്പിക്കാൻ ആഗ്രഹമുണ്ടത്രേ തോമസിന്. ടൂറിസ്റ്റുകളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കാൻ ഞാനും വേണമത്രേ. ടൂറിസ്റ്റുകളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കാൻ ഞാനും വേണമത്രേ. ഒരു നേട്ടവും ഉണ്ടാക്കാത്ത ഈ യാത്രയ്ക്ക് ചെലവായത് 42 ലക്ഷമാണ്. ഖജാന കാലിയാണെന്ന് ഓർക്കണം. അതുമാത്രമല്ല, അധികാര ദൂരമൊത്ത് തമ്മിത്തല്ലുന്ന ഭരണകക്ഷിക്കാർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളോ നാടിൻ്റെ കാര്യമോ ശ്രദ്ധിക്കാൻ നേരമില്ല. കടഭാരം താങ്ങാനാവാതെ 37 കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കേൾക്കുന്നതിൽ കേരളം ലജ്ജിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മന്ത്രി മാണി അന്ന് പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ റബ്ബർ കിലോയ്ക്ക് 35 രൂപയും മറ്റു കാർഷികോൽപ്പന്നങ്ങൾക്ക് 96 മുമ്പുള്ള വിലയും കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് മന്ത്രി മാണിക്ക് നാട്ടിൽ പോലും നടക്കാൻ സാധിക്കുന്നില്ല. സ്വന്തം നാട്ടിലെ പോലും കൃഷിക്കാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മാണിയും സംഘവും ഡൽഹി മാർച്ച് നടത്തി. ആ ഡൽഹി നാടകത്തിൻ്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട മാണി ഒരു ശോകഗാനം പാടി. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കിന്ന് നടക്കാൻ കഴിയാത്ത മട്ടുണ്ട്, ഇന്ന് നടക്കാൻ കഴിയാത്ത മട്ടുണ്ട്. റബ്ബർ കർഷകരിൽ ചിലരെന്നെ വളഞ്ഞിട്ട് കൊല്ലാൻ നോക്കുന്ന മട്ടുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കിന്ന് നടക്കാൻ കഴിയാത്ത മട്ടുണ്ട്, ഇന്ന് നടക്കാൻ കഴിയാത്ത മട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇറക്കുമതി നയമാണ് കേരളത്തിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് മാണിയുടെ സ്വന്തം നാവ് കൊണ്ട് മാണി എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? UDFൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സംഘടനകൾ കൃഷിക്കാർക്ക് ആത്മഹത്യാ പരിശീലന ക്യാമ്പ് തുടങ്ങിയിരിക്കുക. ആന്റണി ഭരണത്തിൽ പോലീസിനെ കയറൂരി വിട്ടു. തികച്ചും വഷളായ പോലീസ് അതിക്രമങ്ങൾക്ക് തുടക്കമിട്ടത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡിന് കിട്ടിയ പുതിയ മന്ത്രിയുടെ സ്വീകരണ പരിപാടിയുടെ മറവിൽ റോഡുകൾ അടിഞ്ഞാടി പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അടിഞ്ഞാടി. കൊയിലാണ്ടി വിജയോത്സവ വേദിയിൽ പോലും പോലീസ് സംഹാര താണ്ഡവം നടത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനം കൊണ്ടോടി. പോലീസിന് എവിടെയും എന്തും ചെയ്യാവുന്ന അവസ്ഥ വന്നു. അധികാരഹന്തയിൽ മതിമറന്നാന്റണി കയറൂരി വിടുന്നു പോലീസ് സേനേ.
പ്രതിപക്ഷം നൽകി ഭരണത്തിലേറ്റിയ സമ്മതിദായകരെ മറന്നു ഭരണാധികാരി വർഗം. രാജക്കാട്ടെ പാവം മധുവിനെ മർദ്ദിച്ചു മനം തീറ്റിച്ചു. പ്രാവച്ചമ്പലത്ത് ജോയിയെ തൃശ്ശൂരിൽ മുരളീധരനെ, നെടുങ്കാട്ടുള്ളൊരു സുഗതകുമാരിനെ അടിച്ചു കൊന്നു പോലീസ്. മർദ്ദനമേറ്റും മാനം കെട്ടും തൂങ്ങി മരിച്ചു ദമ്പതികൾ. മലപ്പുറം ജില്ലയിൽ പാലത്തിയെന്നൊരു ദളിത് യുവതിയെയും എക്സൈസുകാർ ക്രൂരമായി തല്ലിക്കുന്നു. എക്സൈസുകാർ ക്രൂരമായി തല്ലിക്കുന്നു. ഒരു ഭാഗത്ത് പോലീസ് തേർവാഴ്ച നടക്കുമ്പോൾ മറുഭാഗത്ത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും അട്ടിമറിക്കുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. 2 ലക്ഷം പാവങ്ങൾക്ക് വീട് വയ്ക്കുവാൻ കൊണ്ടുവന്ന പദ്ധതികൾ അട്ടിമറിച്ചു. ഒരു കൂര കെട്ടി അതിനുള്ളിൽ അന്തിയുറങ്ങാൻ ആഗ്രഹിച്ച പാവങ്ങളെ വഞ്ചിച്ചു സർക്കാർ. അവർക്ക് വേണ്ടി സഭയിലൊരു വാക്കു പറയുവാൻ അനുവദിച്ചതില്ല സർക്കാർ പ്രതിപക്ഷത്തെ. പഞ്ചായത്തുകൾ ട്രഷറിയിൽ അടച്ച പണം ഹെഡ്കോക്ക് നൽകാതെ പിടിച്ചു വെച്ചത് 2 ലക്ഷത്തോളം പാവങ്ങളുടെ വീട് നിർമ്മാണം സ്തംഭിപ്പിച്ചു. ജനങ്ങളുടെ വീട് നീറുന്ന പ്രശ്നങ്ങളും രാജ്യത്തിന്റെ പുരോഗതിയുമല്ല ഇവരുടെ പ്രശ്നം. അധികാരദൂരം ഒന്ന് മാത്രം. അതാണ് നാം കേരളത്തിൽ കാണുന്നത്. തുമ്പയിലെ ഫാത്തിമ തുറയിലും ബേപ്പൂർ മാറാടി ബീച്ചിലും കേരളം കണ്ടത് അതാണ്. UDF ഭരണത്തണലിൽ വർഗീയവാദികൾ കേരളത്തെ കലാപഭൂമിയാക്കിയിരിക്കുന്നു. സംസ്ഥാന ഭരണത്തിൽ വർഗീയ ശക്തികൾ നിയന്ത്രണം സ്ഥാപിച്ചതോടെ പോലീസ് നിഷ്ക്രിയമായിരിക്കുകയാണ്. അധികാരം നേടാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതിന്റെ ദുരന്ത മണിമുഴക്കമാണ് നാം കേൾക്കുന്നത്. ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കും വിധം കേരളത്തിലെ മത തീവ്രവാദികളും വർഗീയ ശക്തികളും നടത്തുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ നാം ജാഗ്രത പുലർത്തണം. 2.5 വർഷത്തെ BJP ഭരണം ഇന്ത്യയുടെ സർവ്വമേഖലയെയും പിന്നോട്ടടുപ്പിച്ചിരിക്കുകയാണ്. ഭരണകൂടോപാധികളിൽ RSS നുറഞ്ഞു കയറിക്കളിച്ചു. ഭരണഘടന പോലും മാറ്റാൻ നീക്കം നടക്കുന്നു. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും ഹനിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇതിനെയും നാം ജാഗ്രതയോടെ കരുതിയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനു നേരെ യുദ്ധസമാനമായ ആക്രമണമാണ് തീവ്രവാദികൾ നടത്തിയത്. പാർലമെന്റ് തീവ്രവാദികളുടെ ലക്ഷ്യമാണെന്ന് ആഭ്യന്തരമന്ത്രിക്ക് വിവരം കിട്ടിയിട്ടും ജാഗ്രത കാണിച്ചില്ല എന്നുള്ളത് ഈ അക്രമത്തിൽ ദുഃഖിക്കുന്നതോടൊപ്പം വേദനിപ്പിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ സേനകളുടെ ധീരത ഒന്നുകൊണ്ട് മാത്രമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവായത്. ഇന്ത്യ രാജ്യത്തെ ചിത്രശക്തികൾക്കും സാമ്രാജ്യ ശക്തികൾക്കും അടിയറ വയ്ക്കാൻ അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം 17ാം പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കഥ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദനങ്ങൾ. തോൽക്കുകില്ല ചെമ്പട, തോൽക്കുകില്ല ചെങ്കൊടി, തകരുകില്ല താടുകില്ല ചെമ്പടതൻ ചെങ്കൊടി. തോൽക്കുകില്ല ചെമ്പട, തോൽക്കുകില്ല ചെങ്കൊടി, തകരുകില്ല താടുകില്ല ചെമ്പടതൻ ചെങ്കൊടി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വീതിയിൽ ചെഞ്ചോരയിൽ നിറം കൊടുത്തുയർ കൊടുത്തുയർന്നതാടി ചെങ്കൊടി. ചിക്കാഗോ തെരുവീതിയിൽ നിന്നൊഴുകിയ ചെഞ്ചോരയിൽ നിറം കൊടുത്തുയർ കൊടുത്തുയർന്നതാടി ചെങ്കൊടി. മധ്യലകിത്താളിലുള്ള ധർമ്മദത്ത സംഹിത, മധ്യനക്ക് ചൂഷിതക്ക് മോചനക്ക് സംഹിത. മധ്യലകിത്താളിലുള്ള ധർമ്മദത്ത സംഹിത, മധ്യനക്കും ചൂഷിതക്ക് മോചനക്ക് സംഹിത. കലർമകൻ അഹങ്കരിച്ചിടേണ്ട സാമ്രാജ്യത്തെ. തോൽക്കുകില്ല ചെമ്പട, തോൽക്കുകില്ല ചെങ്കൊടി, തകരുകില്ല താടുകില്ല ചെമ്പടതൻ ചെങ്കൊടി. തോൽക്കുകില്ല ചെമ്പട, തോൽക്കുകില്ല ചെങ്കൊടി, തകരുകില്ല താടുകില്ല ചെമ്പടതൻ ചെങ്കൊടി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്.
പോറ്റു സാമ്രാജ്യത്വമേ ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കും ചിത്രശക്തികൾ ഒക്കെയും വളം കൊടുത്തു പോറ്റു സാമ്രാജ്യത്വമേ അവർക്ക് വേണ്ടി സേവ ചെയ്യും വർഗീയത്വ ഭൂതമേ അനുവദിക്കയില്ല മനുഷ്യ സൗഹൃദം തകർക്കുവാൻ അവർക്ക് വേണ്ടി സേവ ചെയ്യും വർഗീയത്വ ഭൂതമേ അനുവദിക്കയില്ല മനുഷ്യ സൗഹൃദം തകർക്കുവാൻ ഇല്ല അനുവദിക്കയില്ല ഇടതുപക്ഷ ശക്തികൾ തോൽക്കില്ല ചെമ്പട